അപ്പോസ്തല പ്രവൃത്തികള് 16:14 വേത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. കർത്താവിന് മാത്രമേ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സ്ത്രീ പൗലോസിന്റെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അങ്ങനെ അവള് വീണ്ടും ജനനത്തിലേക്കും ദൈവവൈദ്യൻ എന്നുള്ള വയസ്സിലേക്കും വരുന്നത്. ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവഭക്ത എന്നാണ്. നമ്മൾ കൊർന്നല്യോസിനെ കുറിച്ച് അത് തന്നെയാണ് വായിച്ച അപ്പോസ്തല പ്രവൃത്തി 10 ഭക്തനായ ഒരു മനുഷ്യൻ. അവർക്ക് ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയുന്ന പോലെ അറിയില്ലായിരുന്നെങ്കിലും വ്യക്തിപരമായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ. മതത്തിന്റെ ചട്ടക്കൂടുകൾക്ക് പുറത്ത് ഹൃദയം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. നമുക്കറിയാം, ഇനി ജാതിയുടെ ഉള്ളിൽ പോലും ദൈവത്തെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധം ദൈവം ഇട്ടിട്ടുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ. ആ മനസാക്ഷിയോടെ സത്യസന്ധത പുലർത്തുന്നതോടുള്ള ബന്ധത്തിൽ അവർക്ക് വളരെ പെട്ടെന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും ദൈവത്തെ കണ്ടുമുട്ടാനും ദൈവം പറയുന്നത് ഗ്രഹിക്കാനും കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്തരികമായിട്ട് അങ്ങനെ അന്വേഷണത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ സഹായിക്കും. ഇന്ന് നമ്മൾ റോമർ 5:1 വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രണ്ടാം ഭാഗം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മള് കർത്താവിന്റെ നീതി കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ സ്വയനീതി കൊണ്ട് സ്വയം പ്രയത്നം കൊണ്ട് ഒരിക്കലും നമുക്ക് കർത്താവിന് മുമ്പ് നിൽക്കാൻ കഴിയത്തില്ല. ഇത് നമ്മുടെ ക്രിസ്തീയത്തിന്റെ അടിസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണിത്. അത് കർത്താവ് തന്നെ നമ്മുടെ ഹൃദയം തുറന്നാലേ നമുക്ക് ഈ സത്യം കണ്ടെത്താൻ കഴിയത്തുള്ളൂ. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്ന ഗലാത്യരിൽ ഇങ്ങനെ വാക്യമുണ്ട്, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. അപ്പം കൃപ അതെന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് യഥാർത്ഥമായിട്ടുള്ള ഒരു അറിവാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നത്. ഇവിടെ ഇങ്ങനെ തുടങ്ങുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. നമുക്ക് വിശ്വാസം അല്ലാതെ നീതീകരണത്തിനുള്ള ഒരു ഓട്ടത്തിലായിരിക്കാനായിട്ട് കഴിയും. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പം, അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിലെ 5-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാൻ ഇച്ഛിക്കുന്നവ നിങ്ങൾ ക്രിസ്തുവിനോട് വേർവിട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. പ്രവൃത്തിയാലുള്ള നീതീകരണം അന്വേഷിക്കുന്ന ഒരാൾക്ക് ക്രിസ്തുവിന്റെ ആവശ്യമില്ല. അവർ ക്രിസ്തുവിനോട് വേർവിട്ടു പോയി. രണ്ടാമത് പറയുന്നത് കൃപയിൽ നിന്ന് വീണുപോയി. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രക്രിയ ദൈവകൃപയാണ് നമ്മുടെ ഉള്ളിൽ നടത്തുന്നത്. ഒന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് പോലെ നീതീകരണം കൃപയാലാണ്, വിശുദ്ധീകരണം കൃപയാലാണ്. ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം കൃപയാലാണ്, പ്രവൃത്തിയാലല്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച പോലെ നമുക്കൊന്നും പുകഴാനില്ല. ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നും പുകഴാനില്ല. എല്ലാം കൃപയാ, സൗജന്യമാണ്. നമ്മളെല്ലാം വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവം സൗജന്യമായിട്ടാണ്, വിശ്വാസത്താൽ സൗജന്യമായിട്ടാണ് നമ്മളെ നീതീകരിക്കുന്നത്. നമ്മളെല്ലാം വീണ്ടെടുത്തിരിക്കുന്ന ഒരേ രക്തം കൊടുത്ത. അപ്പൊ അതുകൊണ്ട് തന്നെ കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, നിങ്ങള് ഭൂമിയിൽ നിങ്ങളെല്ലാവരും സഹോദരന്മാർ, സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മക്കളാ നിങ്ങളെല്ലാവരും. നിങ്ങൾ അതുകൊണ്ട് പിതാവെന്നോ ഗുരുവെന്നോ നിങ്ങളുടെ പേരൊന്നും എടുക്കരുത്. നിങ്ങൾ സഹോദരന്മാരാണ്. നിങ്ങളെല്ലാം വീണ്ടെടുത്തിരിക്കുന്നത് ഒരേ രക്തം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദൈവമുമ്പാകെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ മൂല്യമാവുള്ളത്. പക്ഷെ നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ചിന്തയല്ല പലപ്പോഴും ഉള്ളത്. നമുക്കെന്തോ മൂല്യത്തിൽ ഇച്ചിരി മെച്ചമുണ്ട്, നമ്മൾ മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ ഉയർന്നവരാണെന്നുള്ളൊരു ചിന്ത പലപ്പോഴും വരും. അതിന്റെ കാരണം
നാം പ്രവൃത്തിയാൽ ദൈവമുമ്പാകെ നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അങ്ങനെ ചിന്ത വരുന്നത്. പക്ഷെ കൃപയാൽ നിൽക്കുന്നിടത്ത് നമുക്കറിയാം എല്ലാവരും ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ തുല്യരാണ്, ഒരേ വിലയാണ്. നമ്മൾ പത്രോസ് വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന് വെള്ളി മുതലേ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി കൊടുത്ത ഒരേ വിലയാണ്. നമ്മളെല്ലാം അങ്ങനെയാണ് വീണ്ടെടുക്കപ്പെട്ടെ. നമുക്ക് ആർക്കും പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. നമ്മളെല്ലാം ദൈവസന്നിധിയിലെ അടിസ്ഥാനപരമായിട്ട് തുല്യരാണ്. നമുക്ക് മറ്റൊരാളെ താഴ്ന്നവരായിട്ട് വേറൊരാളെ ഉയർന്നവരായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മളെല്ലാം ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ തുല്യരാണ്. നമ്മളെല്ലാം യേശുക്രിസ്തുവിന്റെ ഇളയ സഹോദരന്മാരാണ്. നമ്മുടെ ഹൃദയത്തിൽ അടിസ്ഥാനമായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചിടണം. പലപ്പോഴും സഭയിലായിരിക്കുമ്പോൾ നമ്മൾ സീനിയോറിറ്റി അവകാശപ്പെടാറുണ്ട്. ഞാൻ ഇത്ര കൊല്ലമായി സഭയിലായിരിക്കുന്നത്. അത് പറയുമ്പോൾ എന്തോ ഒരു പ്രത്യേകത നമുക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ 50 വർഷം മുമ്പ് കർത്താവിന് സന്നിധി വന്നയാളും ഇന്ന് വന്നയാളും കർത്താവിന്റെ കണ്ണിന് മുമ്പിൽ തുല്യരാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നിടത്താണ് നമ്മൾ ഒത്തിരി സ്വതന്ത്രരാകുന്നത്. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും അസ്വസ്ഥരായിരിക്കും. നമ്മളൊരു ഭയത്തിലായിരിക്കും ജീവിക്കുന്നത്. മറ്റേ ആൾ എന്നെ ഓവർടേക്ക് ചെയ്തു പോവുമോ, എന്നേക്കാൾ വലിയവനാകുമോ. അപ്പം കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ അതുണ്ടായിരുന്നു. അവർ തമ്മിൽ എപ്പോഴും തങ്ങളിൽ വലിയവൻ ആരാണെന്നുള്ള ഒരു തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ഓരോരുത്തർക്കും അവരുടേതായ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. ചിലർക്ക് കർത്താവിന്റെ ബ്രദേഴ്സ് ആണെന്നുള്ള ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ തലത്തിലുള്ള സമൂഹത്തിലുണ്ടായിരുന്ന, ഒരുപക്ഷെ മത്തായിക്ക് മറ്റ് മീൻപിടുത്തക്കാരെക്കാൾ ഞാൻ സർവീസിൽ നിങ്ങളെക്കാളൊക്കെ മെച്ചപ്പെട്ട ഒരു സ്ഥലത്തിരുന്നവനാ. ഞാനൊരു ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു, നിങ്ങളൊക്കെ മീൻപിടുത്തക്കാരായിരുന്നു, ഇല്ലേ? ഇങ്ങനത്തെ പല ചിന്തകൾ അവരുടെ ജഡീക മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ എപ്പോഴും ഒരു തർക്കവും മത്സരവും. അവരുടെ മാതാവ് പോലും അത് ഏറ്റെടുത്ത് നമ്മൾ കാണുന്നത്. ഒരിക്കല് യോഹന്നാന്റെ മാതാവ് വന്നിട്ട് പറഞ്ഞു, വരുവാനുള്ള രാജ്യത്തിൽ ഒരുത്തൻ എൻ്റെ യാക്കോബ് യോഹന്നാൻ, രണ്ടുപേരും നിന്റെ ഇടത്തും വലത്തുമായിട്ടിരിക്കണം, അതിനുള്ള വരം കൊടുക്കണം. എപ്പോഴും മനുഷ്യന്റെ ഉള്ളൊരു പ്രത്യേകതയാണ്. അങ്ങനത്തെ ഒത്തിരി ചിന്തകളുണ്ട് നമ്മുടെ ആദാമ്യയിലുള്ള ആ മൈൻഡ് സെറ്റില്. അങ്ങനത്തെ ഒത്തിരി ചിന്തകളുണ്ട്. ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി അതെല്ലാം തകർത്തിട്ട് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാക്കി നമ്മളെ തീർക്കുന്ന ഒരു പ്രക്രിയയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 5:1 വായിക്കുന്നത് ഇവിടെ ഇപ്പം ഗലാത്യയിലെ 5 നമ്മൾ വായിച്ചത്, ന്യായപ്രമാണത്താൽ നീതിയിരിപ്പഴിച്ചിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പൊ കൃപയാലാണ് വിശ്വാസം മൂലം നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടുന്ന, അല്ലെ നീതീകരിക്കപ്പെടുന്നത്. കൃപയിൽ നിന്ന് വീണു പോകാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വീണ്ടും നമ്മൾ പ്രവൃത്തിയിലേക്ക് മടങ്ങിപ്പോവുക. ഇന്ന് നമ്മുടെ രാത്രി ഒന്നിച്ചായിരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധി നിൽക്കാനായിട്ടുള്ള ആന്തരികമായ ഒരു ധൈര്യമുണ്ടോ? നമ്മളിവിടെ 5:1 വായിച്ചത്, വിശ്വാസ നീതീകരിക്കപ്പെട്ട നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടെന്ന്. ആ സമാധാന ബന്ധം എന്ന് പറയുന്നത് എന്താ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങള്, ഒരുപക്ഷെ ഇച്ചിരി വളർന്ന കുഞ്ഞുങ്ങളാണേല് പലപ്പോഴും അവർക്ക് ആ ധൈര്യം ഉണ്ടാവാറില്ല. അവർക്ക് ധൈര്യം ഉണ്ടാവാത്തതിന്റെ കാരണം അവരും പ്രവൃത്തിയിൽ ഊന്നുന്നുകൊണ്ടാണ്. ഇപ്പൊ നമ്മള് പുറത്തൊക്കെ പോയി തിരിച്ചു വരുമ്പം പ്രായമുള്ള പിള്ളേരെല്ലാം അനുസരണക്കേടോ അമ്മയോട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പനെ കാണുമ്പോൾ അവർക്കൊരു വൈക്ലഭ്യവും അപ്പന്റെ മുന്നേ വരാനൊരു അധൈര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ചെറിയ കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക, ഒരു 6 മാസം 1 വയസ്സൊക്കെ ഉള്ളൊരു കുഞ്ഞാണേല് അതിനങ്ങനത്തെ ഒരു അസ്വസ്ഥതയില്ല. അത് അപ്പനെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷത്തോടെ 2 കൈയും പൊക്കി നമ്മുടെ നേരെ വരും, എടുത്തു തന്നെ എന്ന് പറഞ്ഞാൽ അത് ഊന്നുന്നത് അതിന്റെ ഒരു പ്രവൃത്തിയിലല്ല. അതിൽ തന്നെ പ്രശംസിക്കാനൊന്നുമില്ല. അതിന്റെ അവകാശവാദം ഇതിന്റെ അപ്പനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പന്റെ അടുക്ക പോകാനായിട്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നല്ല ധൈര്യമാണ്. അതേസമയം കുറച്ചുകൂടെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണേല്
അനുസരണക്കേടും മത്സരം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർ ചിന്തിക്കും എനിക്ക് അപ്പൻ്റെ അടുത്ത് അത്ര ഫ്രീ ആയിട്ട് ചെല്ലാൻ പറ്റത്തില്ല. എവിടെയെങ്കിലുമൊക്കെ മറിഞ്ഞു നിന്ന് അപ്പൻ്റെ മുഖത്തോട്ടൊക്കെ നോക്കും. അപ്പൻ്റെ മുഖം കുഴപ്പമില്ലെങ്കിൽ അടുത്ത് വരും. പക്ഷെ അപ്പൻ്റെ മുഖത്ത് ഇച്ചിരി ഗൗരവമൊക്കെ ഉണ്ടെങ്കിൽ അവർ അടുത്ത് വരാൻ ധൈര്യപ്പെടത്തില്ല. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയത്തിൽ നമ്മൾ അങ്ങനത്തെ തലങ്ങളിൽ നിൽക്കാറുണ്ട്. ദൈവം അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ അങ്ങനെ നിൽക്കുന്നത് അവിശ്വാസത്തിലാണ്. നമ്മൾ അങ്ങനെ നിൽക്കുന്നത്. നമ്മൾ വിശ്വാസമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തപ്പം നമ്മുടെ ഒരു നീതി പ്രവൃത്തി നിമിത്തമല്ല, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി, ദയ തോന്നി, നമ്മളോട് പ്രിയം തോന്നി. ആ അടിസ്ഥാനത്തിൽ നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തിന്റെ സന്നിധി പോയി നിൽക്കുന്നോ അന്നേരമല്ല ഈ ഒരു അടിസ്ഥാനത്തിന്മേലേ നമുക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ ദൈവം തമ്മിൽ ചിലപ്പോൾ ചില നെല്ലുകൾ ഉണ്ടാവാം. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് മാനസാന്തരപ്പെടുന്നു, ദുഃഖിക്കുന്നു, അനുദമിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ നന്മ ചെയ്യാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുക. എന്നിട്ട് പറയുന്നത് ഞാനല്ല, ഞാനെന്ന് പറയുന്ന വ്യക്തി ആഗ്രഹിക്കുന്ന തിന്മയല്ല, നന്മയാണ്. ദോഷമല്ല, പാപമല്ല, ദൈവിക സ്വഭാവം ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ വീണ്ടും പോകാറുണ്ട്. ആ വീഴ്ച നമ്മളെ പാപബോധത്തിലേക്ക് നടത്തണം. പക്ഷെ ഒരിക്കലും നമ്മളെ ഒരു കുറ്റപ്പെടുത്തലിന്റെ ആത്മാവിലേക്ക് നയിക്കാൻ ഇടയാവരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളും ദൈവമായുള്ള ബന്ധത്തിൽ എപ്പോഴും ദൈവം സാത്താനെതിരായിട്ട് നമ്മുടെ കൂട്ടത്തിലായിരിക്കും. ഒരിക്കൽ പോലും ദൈവം സാത്താനോട് കൂടെ ചേർന്ന് നമ്മളെ കുറ്റപ്പെടുത്തത്തില്ല. നമ്മൾ എത്ര പടുകുഴിയിലാണ് കിടക്കുന്നതെങ്കിലും, എത്ര ആഴത്തിലാണ് വീണിരിക്കുന്നതെങ്കിലും ദൈവം എപ്പോഴും നമ്മുടെ പക്ഷത്തെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അബ്രാഹത്തിൽ നമ്മൾ വായിക്കുന്നത്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകിയാൽ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അപ്പൊ നമ്മളെ കുറിച്ച് പിതാവിന്റെ സന്നിധിയിൽ സദാ പക്ഷപാതം ചെയ്യുക. എന്തുകൊണ്ടാണ് പക്ഷപാതം ചെയ്യേണ്ടി വരുന്നത്? പെർഫെക്റ്റ് ആയിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷപാതത്തിന്റെ ആവശ്യമില്ല. വീഴ്ച വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് പക്ഷപാതം. നമുക്ക് പുരോഹിതൻ പഴയ കാലഘട്ടത്തിൽ മഹാപുരോഹിതൻ അതാ ചെയ്തുകൊണ്ടിരുന്നത്. തന്റെയും തന്റെ ജനത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തി ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പോയിട്ട് നിൽക്കുക ചെയ്യുന്നത്. ഇവിടെ കർത്താവിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അവൻ എന്നേക്കുമായിട്ട് പാപത്തിന് പരിഹാരം വരുത്തി പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷം പിടിച്ചാ സംസാരിക്കുന്നു എപ്പോഴും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിരാശയുടെയോ ഭയത്തിന്റെയോ ആകുലത്തിന്റെയോ ആവശ്യമില്ല. ഇവിടെ 5:1 വായിക്കുന്നത് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടെന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഈ സത്യങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്നിടത്തോളം കാലം നമുക്കത് അനുഭവിക്കാൻ കഴിയത്തില്ല. നമ്മൾ അന്നേരം ചിന്തിക്കുന്ന ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിച്ചിട്ട് വേണം ദൈവമുമ്പാകെ നിൽക്കാനായിട്ടെന്നുള്ളതാണ്. നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ നമുക്കൊരു അധൈര്യം വരുന്നു, ഭയം വരുന്നു, അസ്വസ്ഥത വരുന്നു, അസമാധാനം വരുന്നു. എന്താ അതിന്റെ കാരണം? നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ നമ്മൾ എവിടാ കിടന്നേ? തിരിഞ്ഞു നോക്കിയാൽ നമുക്കത് അറിയാനായിട്ട് കഴിയും. ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ എല്ലാവരാലും കൈവിടപ്പെട്ട് പാതാളത്തിനും മരണത്തിന്റെയും ആടുകളായിട്ട് നിയമിക്കപ്പെട്ട സ്ഥാനത്താണ് കർത്താവ് നമ്മളെ കരങ്ങളിൽ വഹിക്കുന്നത്. ഏതടിസ്ഥാനത്തിലാണ് നമ്മൾ കർത്താവിന്റെ കരത്തിൽ ഇരുന്നത്? നമ്മുടെ പ്രവർത്തന അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന്റെ കരുണയും സ്നേഹവും നിമിത്തം. ഇനി മുമ്പോട്ടുള്ള യാത്രയിലും അതേ അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ദൈവത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കും. ഉന്നയോനാൻ നമ്മളത് വായിക്കുന്നുണ്ട്. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. കുറ്റം വിധിക്കുന്നെങ്കിൽ ദൈവം സകലവും അറിയുന്നവനാണെന്ന് നമ്മുടെ ഹൃദയങ്ങളെ അവന്റെ സ്ഥലം ഉറപ്പിക്കാം. അപ്പൊ ആ കുറ്റം വിധി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരു പാപബോധത്തിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തി അതാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. അത് നിരന്തരം ഒരു പ്രക്രിയ. കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട പാപികൾ തന്നെയാണെന്നുള്ള കാര്യമാണ് സത്യം. നീതീകരിക്കപ്പെട്ട പാപികൾ. നമുക്ക് ഇനിയും പാപമുണ്ട്. എപ്പോഴൊക്കെ നമ്മൾ പാപമില്ല എന്ന് ചിന്തിക്കുകയും എനിക്ക് ദൈവസന്നിധിയിൽ സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അപകടത്തിലാണ് നിൽക്കുന്നത്. അവിടെ ദൈവത്തിന്റെ അംഗീകാരം നമുക്ക് നഷ്ടപ്പെടും. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നമ്മൾ നീതീകരിക്കപ്പെട്ടത് ക്രിസ്തുവിലാണ്. 5:1 എന്താ വായിക്കുന്നത്? വിശ്വാസം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അല്ലെ, യേശു ക്രിസ്തുവിലാണ് നമുക്ക് സമാധാനം. കാരണം പിതാവ് എപ്പോഴും നമ്മളെ നോക്കുന്നത് തന്റെ പുത്രനിലൂടെയാണ്.
നമ്മൾ ക്രിസ്തുവിലാകുമ്പം പുത്രനെ നോക്കുന്ന പോലെ തന്നെയാണ് നമ്മളെ നോക്കുന്നത്. പക്ഷെ നമ്മൾ പ്രവൃത്തിയിൽ ഊന്നുമ്പം ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. രണ്ടാമത്തെ പദപ്രയോഗം, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കൃപയിൽ നിന്ന് വീണു പോകാന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീണ്ടും നമ്മൾ പ്രവൃത്തിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ, എനിക്കിനി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തേലൊക്കെ ചെയ്യണം. നമ്മൾ കർത്താവിന് മുമ്പിൽ നിൽക്കുന്ന എപ്പോഴും കർത്താവിന്റെ രക്തത്തിലുള്ള ആശ്രയത്തിലാണ്. വെളിപ്പെടുത്തി നമ്മളത് വായിക്കുന്നുണ്ട്. അവർ കുഞ്ഞാടിന്റെ രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം മൂലവും സാത്താനെ ജയിച്ചു. എല്ലാ സമയത്തും നമുക്ക് അഭയസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിന്റെ രക്തത്തിലാണ്. നമ്മൾ എത്ര വളർന്നു കഴിഞ്ഞാലും, എത്ര ആത്മീയ സീനിയോറിറ്റി ഉണ്ടെങ്കിലും, ഈ രക്തം കൊണ്ട് മാത്രമേ നമുക്ക് പിതാവിന്റെ സന്നിധി നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ ഇന്ന് ഒത്തിരി നേരം പ്രാർത്ഥിച്ചു, വചനം കുറെ നേരം വായിച്ചു, ഞാൻ വളരെ ജാഗ്രതയോടെ എന്നെ തന്നെ സൂക്ഷിച്ചു, ഇതൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ നീതീകരണം കൃപയാലാണ്, നമ്മുടെ വിശുദ്ധീകരണം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തില് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ സത്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. 30-ാം വാക്യം, 1 കൊരിന്ത്യർ 1:30, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അതാ നമ്മളവിടെ വായിച്ചത്, നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി. നമ്മൾ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അവൻ നമ്മുടെ ഒരു പ്രവൃത്തിയല്ല, നമ്മൾ ക്രിസ്തുവിൽ ഇരിക്കുന്ന വഴി ദൈവം ക്രിസ്തുവിലൂടെ കണക്കിടുന്ന ഈ പറഞ്ഞതെല്ലാം നമ്മൾ അതിന് അവകാശിയായി തീരും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 പറഞ്ഞത്, ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പൊ നമ്മുടെ നീതീകരണം, ശുദ്ധീകരണം, അല്ലെ നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയയും അത് കർത്താവിലൂടെ നമുക്ക്, യോഹന്നാൻ 15:1, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ. അപ്പൊ നമ്മൾ കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവിലുള്ള നമുക്ക് കർത്താവിൽ നമുക്ക് വേണ്ടി കണക്കിട്ട ശുദ്ധീകരണത്തിനും നീതീകരണത്തിനും എല്ലാത്തിനും നമ്മൾ അവകാശികളായി തീരുന്നു. പക്ഷെ എപ്പോൾ നമ്മൾ പ്രവൃത്തിയിലേക്ക് മാറുന്നോ അവിടെ നമ്മൾ കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ വീണ്ടും ജനനം അങ്ങനെയാണ്, അല്ലെ നമ്മുടെ വീണ്ടെടുപ്പും നീതീകരണവും എങ്ങനെയാണ്, രണ്ടാമത് നമ്മുടെ ശുദ്ധീകരണവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് യൂദാ 24-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. രസാഗ്രഹർ പറയാറില്ലേ, ഞാൻ ആദ്യമൊക്കെ നിന്നെന്നാ പറയുന്നത്, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു കർത്താവ് എന്നെ നിർത്തി. ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കർത്താവ് നിർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ താഴ്മയുടെ തലത്തിലാണ് നിൽക്കുന്നത്. ഞാൻ നിന്നു എന്ന് പറയുമ്പം നമ്മുടെ തന്നെ ശക്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഒരു പ്രവൃത്തിയിൽ ഊന്നി ദൈവഭാഗം നിന്ന് എന്തൊക്കെയോ നമുക്ക് അവകാശങ്ങൾ ഉണ്ടെന്നുള്ളൊരു ചിന്തയിലാണ് വരുന്നത്. പക്ഷെ കർത്താവ് നമ്മളെ നിർത്തി എന്നുള്ളത്, അല്ലെങ്കിൽ ക്രിസ്തുവിലാണ് ഇതെല്ലാം നമുക്കുള്ളത്. നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാണ് ഒന്ന് വീഴുമ്പോൾ നിരാശപ്പെട്ടു പോകുന്നതിന്റെ കാരണം എന്താ? അല്ലെ നമ്മളൊന്ന് കോപിച്ചു, കുറെ നാൾ കോപിക്കാതൊക്കെ ഇരുന്ന് ഒരു ദിവസം കോപിച്ചു പോയി. എന്തുകൊണ്ടാണ് നമ്മൾ നിരാശപ്പെടുന്നത്? കാരണം നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ ഊന്നുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ അവന് അപ്പന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു പ്രാഗൽഭ്യം എപ്പോഴും ഉണ്ട് അവന്റെ ഉള്ളിൽ. അവനെ ഒരു കുറ്റബോധത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നില്ല, അവന്റെ പ്രവൃത്തിയിലല്ല അവന് ഊന്നുന്നത്. അപ്പൊ ആ കുഞ്ഞ് ചിലപ്പം ആകെ വൃത്തികേടായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അതിനൊരു അപ്പനെ കാണുമ്പോൾ 2 കൈ നീട്ടുമ്പോൾ അവന്റെ വൃത്തികേടിനെ കുറിച്ചുള്ള ചിന്തയൊന്നും അവനില്ല. അപ്പം നോക്കുമ്പോൾ അവന്റെ മേലെ വൃത്തികേട് കാണും, പക്ഷെ ആ കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്തയെ അവനില്ല. എന്നെ എടുത്തോളാനാ പറയുന്നത്. ആത്മീയാർത്ഥത്തിൽ നമ്മൾ ഒരു ശിശുവിനെ പോലെ ആകും തോറും നമ്മുടെ വീഴ്ചകളുടെ മുമ്പിലും നമുക്ക് അങ്ങനെ തന്നെ ഓടി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാനായിട്ട് കഴിയും. പക്ഷെ പലപ്പോഴും നമ്മളെന്താ ചിന്തിക്കുന്നത്? കുറച്ചു നേരം ഇരുന്ന് ഒന്ന് കരഞ്ഞ് ഒന്ന് ദുഃഖിച്ച് വിലപിച്ച് എന്നെ തന്നെ ഒന്ന് ശിക്ഷിച്ചതിന് ശേഷം എനിക്ക് കർത്താവിൻ്റെ അടുക്കലോട് ചെല്ലാം. നമുക്കറിയാം, ഒരു രോഗി, ഒരു ആക്സിഡന്റിൽ പെട്ട് രോഗി അവൻ സ്വയം ശുദ്ധീകരിച്ച് കെട്ടിവെച്ചിട്ടൊന്നുമല്ല ആശുപത്രി ചെല്ലുന്നത്. ആ ഒടിഞ്ഞു പറഞ്ഞ് രക്തത്തിൽ കുളിച്ച് മുറിവേറ്റ നിലയിൽ തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വിശ്വാസത്തിന്റെ ആത്മാവിൽ നമ്മൾ നടക്കുമ്പം
നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ നമുക്ക് ദൈവത്തോടൊരു ധൈര്യം ഉണ്ടാകും വിശ്വാസത്തിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ. പക്ഷെ എപ്പോൾ നമ്മൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി അല്ലെ പ്രവൃത്തിയിലേക്ക് തിരിയുമ്പം നമുക്ക് ആ ധൈര്യം ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ നമ്മളിലേക്ക് ഇതിന് നോക്കുമ്പം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതൊരു സത്യമാണ്. പക്ഷെ അതിന്റെ പരിഹാരം നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയത്തില്ല. അതും പിതാവ് ക്രിസ്തുവിലാണ് നമ്മളെ തന്നോട് നിരപ്പിച്ചു പോരുന്നത്. ക്രിസ്തുവിലൂടെയാണ് നമ്മളെ പിതാവ് നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ നീതീകരണമാണ്, ക്രിസ്തുവിലുള്ള നീതീകരണമാണ് നമുക്ക് വേണ്ടി കണക്കിടുന്നത്. അപ്പൊ നമ്മൾ വിശ്വാസത്തിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സമാധാനത്തിലായിരിക്കും ജീവിക്കുന്നത്. കർത്താവ് മത്തായി 5 ഇങ്ങനെ പറഞ്ഞല്ലോ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. എങ്ങനെ സമാധാനം ഉണ്ടാക്കണം? നമുക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ തന്നെ സമാധാനം വേണം. കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഏതൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് സമാധാനം ആശംസിക്കുക. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്റെ മേലെ വസിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവമായിട്ട് വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടി നീതീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കടന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആന്തരികമായിട്ടൊരു സമാധാനത്തിലായിരിക്കും. താനും ദൈവമായുള്ള ബന്ധത്തിൽ സമാധാനം ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും അവൻ സമാധാനത്തിലായിരിക്കും ജീവിക്കുന്നത്. നമ്മൾ എങ്ങനെ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നു അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് നമ്മളിലേക്കും വരാൻ കഴിയും. നമ്മളെ തന്നെ ശോധന ചെയ്യാൻ അറിയാം. പലപ്പോഴും നമ്മളിൽ തന്നെ സമാധാനം ഇല്ലാത്തവരായിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്കും സമാധാനം കൊടുക്കാതിരിക്കുന്നത്. അവർക്ക് നമ്മളുടെ അടുക്കിലേക്ക് വരാൻ ധൈര്യം കിട്ടത്തില്ല. ഇത് വളരെ വ്യക്തമായ ഒരു അടയാളമാണ്. നാം സമാധാനത്തിലാണോ, ദൈവമായുള്ള ബന്ധത്തിൽ സമാധാനത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? പൗലോസ് ലേഖനത്തില് അപ്പോസ്തലൻ അതിനെ കുറിച്ച് എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ അധ്യായത്തില് 20-ാമത്തെ വാക്യം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകുന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മുമ്പേ 21-ാം വാക്യം ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകുന്നവർ ശത്രുക്കളുമായിരുന്നു. യേശു ക്രിസ്തുവിൽ അവൻ നമ്മളെ പിതാവിനോട് നിരപ്പിച്ചു. നമ്മളിങ്ങനെ വായിക്കുന്ന അവൻ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. നമ്മൾ എത്രയധികം സമാധാനം അനുഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഒരു യഥാർത്ഥ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വരാത്ത ഒരാൾ എപ്പോഴും ആന്തരികമായിട്ടൊരു അസ്വസ്ഥതയിലായിരിക്കും ജീവിക്കുന്നത്, അസമാധാനത്തിലായിരിക്കും. അവന്റെ മുഖമുദ്ര എന്തായിരിക്കും? അസമാധാനമായിരിക്കും, അസംതൃപ്തി. നമ്മുടെ മുമ്പേ ധരിക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മൂന്നാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. ഒരു കാലം നമ്മൾ ധരിച്ചിരുന്നത് എന്തായിരുന്നു? 7-ാം വാക്യം 3-7 മുതലുള്ള വാക്യങ്ങളില്, അവയിൽ ജീവിച്ചിരുന്ന കാലം മുമ്പേ നിങ്ങളും അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ വരുന്ന ദൂഷണം, ദുർഭാഷണം വെക്കുകയും വിട്ടുകളവീൻ. നമ്മൾ അതാ ധരിച്ചിരുന്നത്. നമ്മൾ അത് ഉരിഞ്ഞു കളഞ്ഞിട്ട് നമ്മളിപ്പം ധരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധന്മാരും പ്രിയരെയും മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്.
ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ എന്താ വാണരുന്നത്? അസമാധാനം, അസംതൃപ്തി. നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ളൊരു കാരണം അതാ. നമ്മളിന്ന് പുറത്തേക്ക് വരുന്ന അസംതൃപ്തിയും അസ്വസ്ഥതയും ആക്രോശവും പരാതിയും പിറുപിറുക്കുകയായിരുന്നു. പക്ഷേ ക്രിസ്തുവായുള്ള ബന്ധത്തിൽ ഈ നിരപ്പ് നമ്മൾ പ്രാപിച്ചെന്നുള്ള ഒരു ആന്തരിക ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ 12 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ വസ്ത്രം നമുക്ക് ധരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിന്റെ അന്ത്യം 15-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സമാധാനം വാഴുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നമ്മൾ എപ്പോഴും സമാധാനമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അത് ഉള്ളിൽ നിന്ന്, ആത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഫലമാണ്. ആത്മാവിന്റെ ഫലം നമ്മളിങ്ങനെ തുടങ്ങുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം. ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോഴും നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം. ഈ പാപമാണ് അസമാധാനത്തിന് കാരണമായി തീർന്നത്. ആ പാപത്തിന്റെ പരിഹാരം നമ്മളെ വീണ്ടും സമാധാനത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുവരും. നമ്മളിൽ തന്നെ സമാധാനം ഉള്ളവരാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ദൈവമായൊരു സമാധാന ബന്ധത്തിലേക്ക് പ്രവേശിക്കുക. ഇപ്പം നമുക്കറിയാം, ഈ വീടുകളിലൊക്കെ രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആദ്യത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവാറുണ്ട്, ബോധം ഉണ്ടാവാറുണ്ട്. അവരുടെ സംശയം, എന്നോടുള്ള സ്നേഹമൊക്കെ അവർക്ക് കുറയും. ഇതിനോടായിരിക്കും ഭയങ്കര സ്നേഹം. അതുകൊണ്ട് മൂത്ത കുഞ്ഞുങ്ങൾ പലപ്പോഴും ഇളയ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാറുണ്ട്. അവന് അതിലേക്ക് നയിക്കുന്ന കാരണം എന്താ? ഇനിയും പഴയ പോലെ അപ്പന്റെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടത്തില്ല. അത് അവനൊരു അസമാധാനത്തിലേക്ക് കൊണ്ടുവരും. ആ അസമാധാനത്തിൽ നിന്നാണ് അവന്റെ ഇളയ കുഞ്ഞുമായിട്ട് പോരാട്ടത്തിൽ ഏർപ്പെടുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളൊരു കാര്യം അതിന് ബോധ്യപ്പെട്ടാൽ, ഇപ്പം സാഗ്രാർ എപ്പോഴും പറയാറില്ലേ, പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മയും സ്നേഹിക്കുന്നു എന്നുള്ളൊരു ബോധ്യമാണ് നമ്മൾ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ആ മൂത്ത കുഞ്ഞിന് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇളയ മോനോടുള്ള സ്നേഹം പോലെ തന്നെ എന്നോടും ഉണ്ടെന്നുള്ളൊരു ആന്തരിക ബോധ്യം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ സമാധാന ബന്ധത്തിലായിരിക്കും ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും ഒരു പോരാട്ടത്തിലായിരിക്കും അവരുടെ ജീവിതം. അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയും ഉപദ്രവവും പരാതിയും കുറ്റപ്പെടുത്തലൊക്കെ ആയിരിക്കും. നമ്മുടെ ജീവിതത്തില് ഒന്നാമത്തെ പടിയായിട്ട് നമുക്ക് ദൈവമായിട്ടുള്ളൊരു സമാധാന ബന്ധമുണ്ട്. അത് നമ്മളെ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം നമ്മൾ വചനം വായിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, വീട്ടിൽ ചില കശിവിശയൊക്കെ ഉണ്ടാക്കി, ആകെപ്പാടെ നമ്മുടെ അന്നത്തെ ജീവിതം ഇച്ചിരി കുഴച്ചില്ലായിരുന്നു. അവസാനം നമ്മൾ കർത്താവിലേക്ക് ചെല്ലാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള മനോഭാവം, ചിന്തയൊക്കെ എന്താ? ദൈവമായിട്ട് സമാധാനം ഉണ്ടെന്നാണോ? ഒരു അസമാധാനത്തിന്റെ ചിന്തകളും ഭയത്തിന്റെയും ആകുലതയുടെയും ഭീതിയുടെയും ചിന്തകളാണോ നമുക്കുള്ളത്? എങ്കിൽ നമ്മൾ വിശ്വാസമുള്ള നീതീകരണത്തിന്റെ അടിസ്ഥാനം ഗ്രഹിക്കേണ്ടി പോലെ ഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചതിനോടുള്ള ബന്ധത്തിൽ തുടർന്ന് താഴ്ന്നു വായിക്കും. നമ്മൾ എങ്ങനെ വായിക്കുന്ന? ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, അല്ലെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ചു. അപ്പൊ നമ്മളുടെ അന്നേരം ഉണ്ടായിരുന്നത് എന്താ? ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാം നിറഞ്ഞിരിക്കുന്നിടത്താണ് പിതാവ് നമ്മളെ സ്നേഹിച്ചത്. അങ്ങനെയെങ്കിൽ തുടർന്ന് എത്ര അധികമായി നമ്മൾ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നാണ് റോമാലേഖനം താഴോട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ പറഞ്ഞു വരുന്നത്. 5-ന്റെ താഴേക്ക് വരുമ്പോൾ അതിന്റെ 9-ാം വാക്യം, അവന്റെ രക്തത്താൽ നീതിക്ക് ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ നീതീകരിക്കപ്പെട്ട, അല്ലെ വീണ്ടും ജനിക്കപ്പെട്ട് നീതീകരണം പ്രാപിച്ചത് കൃപയാലായതുപോലെ തന്നെ മുമ്പോട്ടുള്ള ജീവിതത്തിന്റെ വഴികളിലും നമ്മൾ കൃപയാലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാ 2-ാം വാക്യത്തിൽ 5-ന്റെ 2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസാൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അല്ലാത്തപ്പോ നമ്മൾ എവിടാ നിൽക്കുന്നത്? നമ്മൾ കൃപയിൽ നിന്ന് വീണ എങ്ങോട്ടാ വീഴുന്നത്? ന്യായപ്രമാണത്തിലേക്കാ. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ സ്വന്തം പ്രവൃത്തിയിലൂന്നിയുള്ള നിൽപ്പ. കൃപയിൽ എന്ന് പറയുമ്പോഴോ പിതാവ് പുത്രനിലൂടെ നമുക്ക് ചെയ്ത കാര്യങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നമുക്കൊന്നും പ്രശംസിക്കാൻ ഒന്നുമില്ല, പുകഴാനും ഒന്നുമില്ല. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക്
വിശ്വാസത്താൽ അവൻ മൂലം നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ വിശ്വാസത്താൽ ഈ കൃപയുടെ തലത്തിലേക്ക് പ്രവേശിക്കുക ചെയ്യുന്നു. ഗലാത്യ വിശ്വാസികൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിനോട് വേറിട്ട് പോയി, നിങ്ങൾ സ്വയമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക ദൈവം പാകെ. നമ്മളും അങ്ങനെ ശ്രമിക്കാറുണ്ടോ? കൃപയില് ക്രിസ്തുവിൽ നമ്മൾ നിൽക്കുകയാണോ? സ്വയമായിട്ട് നമ്മൾ നിൽക്കാറുണ്ടോ? നമ്മുടെ നിരാശപ്പെടുന്നതിന്റെ കാരണം നമ്മൾ സ്വയമായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ ചില പിള്ളേരെ നമുക്ക് കാണാം, അവർ ഓടി വീണു, അവരെ വീണതിനേക്കാൾ വേഗത്തിൽ എഴുന്നേറ്റ് പൊടിയും തട്ടി വീണ്ടും ഓടും. പക്ഷെ ചില പിള്ളേരെ കാണാം, ആ വീണെടുത്ത് കിടക്കും, അപ്പനോ അമ്മയോ ആരെങ്കിലും ചെന്ന് എടുത്ത് തൂത്ത് തുടച്ച് ആശ്വസിപ്പിച്ച് എന്തൊക്കെയോ പറഞ്ഞ് കുറെ നേരം പിടിക്കുക ആ കൊച്ചു നോർമലാവാൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ കാലം മുതൽ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. നമ്മുടെ ആന്തരിക തലത്തിൽ വിശ്വാസത്താൽ ആത്മാവിന് ഇങ്ങനത്തെ ഒരു ബലാത്കാരം ഉള്ളവരാണ് നമ്മൾ വീണതിനേക്കാൾ വേഗത്തിൽ എഴുന്നേക്കും. പലപ്പോഴും നമ്മൾ എഴുന്നേറ്റതിന് ശേഷം നമ്മളെ ഭരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഭാര്യയുടെ മുമ്പിലെ വീണെങ്കിൽ പിന്നെ നമുക്ക് ഭാര്യയുടെ മുഖത്തോട്ട് നോക്കാൻ ഒരു മടിയൊക്കെയാ, ആകെപ്പാടി ഒരു ധൈര്യക്കുറവും, വീണുപോയല്ലോ എന്നുള്ള ചിന്തയും. അത് കാണിക്കാൻ നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിച്ചാൽ നിൽക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. വിശ്വാസം നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവ വാക്തത്വങ്ങളിലാവും നിൽക്കുന്നത്, ദൈവകൽപ്പന, ദൈവവചനം അവന്റെ ആധാരമായിരിക്കുന്നു. അപ്പൊ വീണ് കഴിഞ്ഞാൽ ദൈവത്തിന് എന്ത് പറയും? എഴുന്നേക്കാനാ പറയാം. പാപം ചെയ്തുവെങ്കിലോ യേശുക്രിസ്തു കാര്യസ്ഥനുണ്ട് എന്നാ പറയുന്നത്. അവൻ ചാടി എഴുന്നേറ്റിട്ട് കാര്യം തീർക്കും. കർത്താവുമായിട്ടുള്ള ഒരു ക്രമത്തിലേക്ക് വളരെ പെട്ടെന്ന്, അതിന് ഒത്തിരി സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വരാൻ കഴിയും. പക്ഷെ നമ്മൾ ആത്മീയ ശൈശവാസയിലിരിക്കുമ്പോൾ അല്ലെ, നമുക്കത് അത്ര എളുപ്പമല്ല. കാരണം നമ്മുടെ വിശ്വാസം അത്ര ബലഹീനമായതുകൊണ്ടാണ്. നമ്മൾ വളരും തോറും, നമ്മുടെ വിശ്വാസം ശക്തിപ്പെടും തോറും നമ്മൾ വളരെ പെട്ടെന്ന് എഴുന്നേൽക്കും. കഴിഞ്ഞ എനിക്കൊരു സഹോദരൻ ഇവിടെ സാക്ഷി പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ഒത്തിരി പാപത്തിലൊക്കെയാണ് ജീവിച്ചത്, ഇപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ എനിക്കൊരു നാണവും ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ധൈര്യമാണെന്ന് പറഞ്ഞു അവരുടെ മുമ്പിലും അവരുടെ മുഖത്തോട്ട് നോക്കി കടന്നു പോകാൻ. എന്താ കാരണം? ദൈവസന്നിധിയുടെ ഒരു ധൈര്യമാണ്. യഥാർത്ഥ വിശ്വാസിക്ക് അങ്ങനെ. അല്ലാത്ത ഒരാളാണല്ലോ, അവനാകപ്പാടെ അവരെ അഭിമുഖീകരിക്കാൻ ഒരു മടിയും ലജ്ജയും ഭയവും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും, അത് കാണിക്കുന്ന ഒരു കാര്യം കർത്താവിനുള്ള ഒരു ധൈര്യം ഇതുവരെ പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിൽ തന്നെയല്ലത്, നമ്മളിൽ തന്നെയുള്ള ഒരു കാര്യമല്ലത്, ദൈവം നമുക്ക് തരുന്ന ഒരു കാര്യം. കൃപയിൽ നിൽക്കുമ്പം നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്യുന്ന പല തലങ്ങളിലും അങ്ങനത്തെ ഒരു ധൈര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ ലജ്ജിക്കുന്നവരും ഭയപ്പെടുന്നവരും നിരാശപ്പെടുന്നവരും ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കുന്നതിന് കാരണം അതാണ്. നമ്മളും വിശ്വാസാൽ നീതീകരിക്കപ്പെടുന്നവരെ തന്നെ മുമ്പോട്ടുള്ള യാത്രയിലും ഈ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ നടക്കുന്നത്. ദൈവകൃപയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പൊ കൃപ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ തീത്തോസിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കൃപ നമ്മളെ ശിക്ഷിച്ച് വളർത്തിയൊരു പ്രക്രിയയാണ്. ഈ ലോകത്തിൽ ഭക്തിയോടും നീതിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് കൃപ നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നു. കൃപയുടെ ശിക്ഷണം എന്ന് പറഞ്ഞാൽ ഈ കൃപയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ സന്തോഷം അനുഭവിക്കുന്നത്. കൃപയിൽ നിന്ന് വീഴുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. നമ്മൾ അങ്ങനെ തിരിച്ചറിയുന്നു. ഈ കൃപയുടെ ശിക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഇതുപോലെയാണ്. നമ്മൾ ഒരു മരുന്നൊക്കെ കഴിച്ച് നല്ല ആരോഗ്യന്മാരായി തീർന്നു, പെട്ടെന്ന് വീണ്ടും രോഗത്താൽ ബാധിക്കപ്പെടുന്നു, നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നു. അന്നേരം നമ്മൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കൃപയിൽ നിൽക്കുമ്പം നമുക്ക് ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളുണ്ട് ഒത്തിരി, സമാധാനം, സന്തോഷം. പക്ഷെ കൃപ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ സമാധാനവും സന്തോഷവും ധൈര്യവും എല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്ക് അങ്ങനെ അല്ലാണ്ട് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട്, കൃപയില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ നിലവിളിക്കാൻ തുടങ്ങും, നമ്മളെ തന്നെ താഴ്ത്താൻ തുടങ്ങും. നമുക്കറിയാം, കൃപ കിട്ടുന്നത് താഴ്മയുള്ളവർക്കാണ്, തന്നെത്താൻ താഴ്ത്തുന്നവർക്കാണ്. അപ്പൊ ഈ നഷ്ടപ്പെട്ടെന്ന് കാണുന്നിടത്ത് നമ്മൾ നേരെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ തന്നെ താഴ്ത്തുക എന്നുള്ളതാണ്. എവിടെ വീണെന്ന് വെളിപ്പാട് നമ്മൾ വായിക്കുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സമാധാനവും സന്തോഷവും, പക്ഷെ നമ്മൾ ഈ ദേഹിയുടെ വീണ്ടെടുപ്പിന്റെ തലത്തിലായതുകൊണ്ട് സംഭവിക്കും ചില സമയത്ത് ഒരു കാരണമില്ലാണ്ട് നമ്മുടെ സന്തോഷമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാത്ത പോലെ തോന്നും. നമുക്കൊരു സന്തോഷം തോന്നുന്നില്ലെന്നാ പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളുള്ളൊരു കാര്യമാണ്. സ്നേഹം തോന്നുന്നില്ല, സന്തോഷം തോന്നുന്നില്ല,
ഒരു കാര്യമില്ലെങ്കിൽ ഒരു അസ്വസ്ഥത അസമാധാനമൊക്കെ വരിക. ഇത് നമ്മൾ കൃപയിൽ നിൽക്കുകയല്ല, നമ്മുടെ ഫീലിങ്ങിൽ ആശ്രയിക്കുക എന്തായാലും ചെയ്യുന്നു. വിശ്വാസമല്ല നമ്മൾ നടക്കുന്ന, ഫീലിങ്ങിലാണ് നടക്കുന്നത്. നമ്മൾ ആത്മീയ വഴിയിൽ നടക്കുന്നതിനോടുള്ള ബന്ധത്തിൽ സാത്താൻ നിരന്തരമായിട്ട് നമ്മളോട് പോരാടിക്കൊണ്ടായിരിക്കും. നമ്മളെ എങ്ങനെയായാലും നിരാശപ്പെടുത്താൻ. നമുക്കറിയാം, ഒരു പുറമേ കാണുന്നതിനേക്കാൾ ഏറെ വലിയൊരു ആന്തരിക യുദ്ധമുണ്ട്, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു യുദ്ധമുണ്ട്. കൃപയാണ് ആ യുദ്ധത്തെ നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. എപ്പം നമുക്ക് അവിശ്വാസം വരുന്നു, അവിടെ നമ്മൾ കൃപയിൽ നിന്ന് വീണു പോവുക ചെയ്യുന്നു. എന്നാളും പറഞ്ഞില്ല, നമ്മുടെ മാർട്ടിൻ ലൂതറിനെ കുറിച്ച് ഒത്തിരി സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിച്ച ഒരു ദൈവഭക്തനായിരുന്നു ആ മനുഷ്യൻ. പുള്ളിയെ കൊല്ലാനായിട്ട് പല രാജാക്കന്മാരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പുള്ളി പതറി, പുള്ളി നിരാശനായി. കട്ടിലേൽ ഇങ്ങനെ നിരാശനായിട്ട് കിടക്കുമ്പോൾ പുള്ളിയുടെ ഭാര്യ, ഇംഗ്ലണ്ടിലെ ബ്രിട്ടന്റെ അവരുടെ സംസ്കാരം അനുസരിച്ച് ഏറ്റവും പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ കറുത്ത വസ്ത്രം ധരിക്കും. കറുത്ത വസ്ത്രം ധരിച്ച് മാർട്ടിൻ ലൂതറിന്റെ അടുക്ക വന്നു. പുള്ളി പെട്ടെന്ന് ചാടി എന്നിട്ട് ആരാ മരിച്ചതെന്ന് ചോദിച്ചു. ആ സഹോദരി പറഞ്ഞു, മാർട്ടിൻ ലൂതറിന്റെ ദൈവം മരിച്ചുപോയി. പെട്ടെന്ന് പുള്ളിക്ക് കാര്യം പിടികിട്ടി. പുള്ളി പെട്ടെന്ന് ധൈര്യപ്പെട്ടു, വിശ്വാസി ശക്തിപ്പെട്ടു, വീണ്ടും മുന്നോട്ട് ഓടാൻ തുടങ്ങി. നമ്മളിങ്ങനത്തെ സമ്മർദ്ദങ്ങളെ ഒത്തിരി അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മൾ ഏതളവിൽ വിശ്വാസത്തിൽ നടക്കാൻ പഠിക്കുന്നു, ആ അളവിലാണ് ഫീലിങ്ങിനെ നമ്മൾ ജയിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ ഫീലിങ്ങിൽ നമ്മൾ ആശ്രയിച്ചാൽ നമ്മൾ വളരെ പെട്ടെന്ന് വീണുപോകും. നമുക്ക് കുടുംബത്തിൽ അറിയാം, ചില സമയത്ത് പിള്ളേരോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും. പിടിച്ച് മടിയിലിരുത്തുകയും ഉമ്മ കൊടുക്കുകയും വർത്താനം പറയുകയും. ചില സമയങ്ങളിൽ നമ്മൾ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോഴോ നമ്മൾ പൊട്ടിത്തെറിക്കും. എന്താ അതിന്റെ കാരണം? നമ്മൾ ഫീലിങ്ങിന്റെ പിന്നാലെയാണ് പലപ്പോഴും പോകുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീണു പോകുന്ന ഒരു കാര്യം ഈ ഫീലിങ്ങിലുള്ള ആശ്രയം. നമ്മളെ വിശ്വാസത്താൽ വാക്തത്വങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. ദൈവീയ വാക്തത്വങ്ങളാണ് നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മുടെ ഫീലിങ്ങിലല്ല. നമ്മുടെ ഫീലിംഗ് എപ്പോഴും നമ്മളെ ചതിക്കുന്നതാണ്. അബ്രഹാമിനെ അങ്ങനത്തെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഇസ്മായിൽ ജനിക്കാൻ ഇടയായി തീർന്നത്. ഇനി ഒരു ഇസ്ഹാക്ക് ഉണ്ടാവുമോ ഒരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തോട് പറഞ്ഞു, ഇനി ഒരു ഇസ്ഹാക്കൊന്നും വേണ്ട, ഇസ്മായിൽ എൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. പക്ഷെ ദൈവം പറഞ്ഞു, പറ്റത്തില്ല, നിനക്കൊരു ഇസ്ഹാക്ക് തന്നെ ഉണ്ടായേ മതിയാവും. പലപ്പോഴും നമ്മളും ഫീലിങ്ങിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ പല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ചിലപ്പോൾ സഹോദരന്മാരെ കാണുമ്പോൾ ഒരു സന്തോഷമൊന്നും തോന്നുന്നില്ല. നമ്മളിത് പ്രകടമാത്. അപ്പൊ ആ സഹോദരൻ തോന്നി, ഈ സഹോദരൻ എന്നാ പറ്റി, ഇന്ന് കണ്ടിട്ട് ആകെ അങ്ങ് തണുത്തുറഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അതിന്റെ കാരണം നമ്മൾ ഫീലിങ്ങിലാണ് നിൽക്കുന്നത്, വിശ്വാസത്തിലല്ല നിൽക്കുന്നത്. വിശ്വാസത്തിൽ നിൽക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനം സ്ഥിരതയുള്ളതാണ്, മാറ്റമുള്ളതൊന്നല്ല. ദൈവത്തിന്റെ അടിസ്ഥാനം സ്ഥിരതയുള്ളതാണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കത്തില്ല. നമ്മുടെ ഫീലിംഗ് മാറിക്കൊണ്ടിരിക്കും. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ തുടർന്ന് മുന്നോട്ട് പോകുമ്പം പറയുന്ന ഒരു വാക്യമുണ്ട്, 8-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യമാണ്. ഉയരത്തിനോ ആഴത്തിനോ, ഉയരം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അല്ലെ, ചില സമയങ്ങളിൽ നമ്മുടെ ഫീലിങ്ങിലാണ് നമ്മൾ ഭയങ്കര എരിവുള്ളവരും ഉണർവുള്ളവരും ആകെപ്പാട് ഓടി നടക്കുന്നു, ചർച്ചിനോടുള്ള ബന്ധത്തിലൊക്കെ വളരെ സജീവമാകുന്നു. ചില സമയത്ത് നേരെ ആഴത്തിലേക്ക് പോകുന്ന കാണാം, ഒന്നും തോന്നുന്നില്ല, നമ്മളാകെ തണുത്തുറഞ്ഞ് ഐസ് പോലെ ആകുന്നു. പക്ഷെ അവിടെ അപ്പോസ്തലൻ പറയുന്നേ, മറ്റ് യാതൊരു സൃഷ്ടിക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സത്യം അതാണ്. എനിക്ക് എന്ത് ഫീലിംഗ് ഉണ്ടായാലും യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ ഇതിനൊന്നും കഴിയില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം നിലനിൽക്കുന്നു. എനിക്ക് എന്ത് തോന്നിയാലും സത്യം അതല്ല. സത്യം, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ കൈക്കൊണ്ടിരിക്കുന്നു, എന്നെ മകനായി സ്വീകരിച്ചിരിക്കുന്നു, സ്വർഗത്തിലെ സകല അനുഗ്രഹത്തിനും ഉടമയായിട്ട് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, എല്ലാ വാക്തത്വങ്ങളും എനിക്കുള്ളതാണ്. നമ്മൾ വിശ്വാസത്താൽ ഈ കാര്യങ്ങൾ അറിയുകയും ഇത് അവകാശമാക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യണം. ഇബ്രാഹിം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ കൈവശമാക്കുന്നവരുടെ അനുകാരികളാകും. വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത അത് ദീർഘക്ഷമയോടിരിക്കുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. എന്തുകൊണ്ടതിന്റെ കാരണം?
ഈ വിശ്വാസത്തിന്റെ പരിശോധനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഈ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാള് ദീർഘക്ഷമയോടെ ഇരിക്കും. നമുക്കറിയാം എല്ലാത്തിനും അതിന്റെ ഒരു സമയമുണ്ട്. ഇപ്പൊ നമ്മള് നെല്ലുവിത്തൊക്കെ വിതച്ചാൽ അത് പെട്ടെന്ന് മുളച്ചു വരും. 2-3 ദിവസം കൊണ്ട് അത് മുളച്ചു വരും. പക്ഷേ ഒരു തേങ്ങ നമ്മൾ പാകിയാൽ അതിന് കുറേ ദിവസങ്ങൾ പിടിക്കും. അതുപോലെ ഒരു പനയുടെ കുരുവാണെങ്കിൽ അത് ഒത്തിരി സമയം പിടിക്കും, മാസങ്ങൾ പിടിക്കും മുളച്ചു വരാൻ. എന്ന് പറഞ്ഞതുപോലെ ഈ വിശ്വാസത്തിന്റെ വഴിയിൽ ഇതിന് സമയമുണ്ട്. ദൈവം നമ്മളെ പരിശോധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് യാക്കോബ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ? 2 കൊരിന്ത്യയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ ശോധന. 1 കൊരിന്ത്യയാണെന്ന് തോന്നുന്നു. രണ്ട് കൊരിന്തി അവസാനത്തെ അധ്യായം 13-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു, നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. നമ്മൾ വിശ്വാസത്തിലിരിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവുണ്ട്. നമ്മൾ ഓടിപ്പോകത്തില്ല, നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കും. ദൈവ വാഗ്ദത്തങ്ങൾ, കാരണം ദൈവത്തിന്റെ വാക്ക് പറഞ്ഞാൽ ദൈവം മാറത്തില്ല. അവന്റെ എല്ലാ വാഗ്ദത്തങ്ങളും ഉവ്വ് എന്നാണ്. അപ്പം നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയല്ല. അത് ഏത് കാലാവധിക്കുള്ളിലാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അത് ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ്. ചിലരുടെ വിശ്വാസം നിറഞ്ഞ വിശ്വാസം ആയതുകൊണ്ട് അവർ വളരെ പെട്ടെന്ന് അത് അനുഭവിക്കാൻ തുടങ്ങും. പക്ഷെ ചിലരുടെ വിശ്വാസം അത്ര ശക്തമല്ലാത്തത് കൊണ്ട് സമയമെടുക്കും അത് അവിടെ എത്തിച്ചേരാനായിട്ട്. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. സദൃശവാക്യങ്ങളിൽ ഇങ്ങനൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 8-ാം അധ്യായം 8-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യമാണ്. ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടിളക്കൽ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ ആ വാതിൽ കട്ടിളക്കല് ജാഗരിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് പറയുന്നത്. എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചുകൊണ്ട്. ഒരു വിശ്വാസമുള്ളൊരു വ്യക്തി അങ്ങനെ ആയിരിക്കും. നമ്മള് വില്യം ബൂത്തിന്റെ പിൻഗാമിയായി തീർന്ന ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട് പലപ്പോഴും. അമേരിക്കയിൽ നിന്ന് വില്യം ബൂത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കേട്ട് ആകർഷണമായിട്ട് വില്യം ബൂത്തിനോടൊപ്പം വേല ചെയ്യാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് കടന്നു വന്നു. വില്യം ബൂത്ത് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് പറ്റിയൊരു ചുമതല തരാനില്ല, അതുകൊണ്ട് രക്ഷയില്ല, നിങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ ആ മനുഷ്യൻ പോയില്ല. അവസാനം വില്യം ബൂത്ത് പറഞ്ഞൊരു പണി ചെയ്തു, ഇവിടെയുള്ള എല്ലാവരുടെയും ഷൂ പോളിഷ് ചെയ്തോളാൻ പറഞ്ഞു. നമ്മൾ വായിക്കുന്ന ദീർഘവർഷങ്ങൾ ആ മനുഷ്യൻ ആ പരിപാടി ചെയ്തുകൊണ്ടിരുന്നു. അമേരിക്ക നല്ലൊരു മിനിസ്ട്രി ഉണ്ടായിരുന്ന ആള് ഇംഗ്ലണ്ടിൽ വന്നിട്ട് ഷൂ പോളിഷ് ചെയ്യുന്ന പരിപാടി. ഒരു ദീർഘവർഷങ്ങൾക്ക് ശേഷമാണ് ആ മനുഷ്യനെ ദൈവം ഉയർത്താനിടയായി തരുന്നത്. യോസെഫിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, യോസെഫിന്റെ വിളി ചെറുപ്പത്തിലേ കൊടുത്തതാ. പക്ഷെ ആ വിളിയുടെ പൂർത്തീകരണത്തിലേക്കുള്ള വഴിയിൽ ഇതിലേക്ക് താൻ കടന്നുപോയി. സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടു, അവമാനിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു, പോത്തിഫാറിന്റെ ഭവനത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു, ജയിലിലായി. ആ ജയിലിലും ദീർഘവർഷങ്ങൾ കടന്നു. അവിടെ സങ്കീർത്തനത്തിൽ പറയുന്നേ, ദൈവത്തിന്റെ വചനത്താൽ അവന് ശോധന വരികയും ചെയ്യുവോളോ ദൈവം തന്നെ അവനെ ബന്ധിച്ചെന്ന. അപ്പൊ നമ്മളോടുള്ള ബന്ധത്തിലും നമ്മുടെ ആന്തരിക തലത്തിൽ ഈ യാഥാർത്ഥ്യമാകുന്നതിനും വരെ ദൈവം കാത്തിരിക്കും. അപ്പൊ നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഓടിപ്പോകത്തില്ല, നമ്മൾ കാത്തിരിക്കും. നമ്മളതിന് സമയ ലിമിറ്റ് ഒന്നും വെക്കത്തില്ല. ഒരിക്കല് ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ പടിവാതിൽക്കൽ ജാഗരിച്ചുകൊണ്ട് മുട്ടിക്കൊണ്ട്
ചോദിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ്. വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ, താഴ്മയുള്ള ഒരാൾക്ക് മാത്രമേ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത ആള് 2-3 പ്രാവശ്യം ചോദിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ചില സമയത്ത് നമുക്കൊരു ആവേശമൊക്കെ തോന്നും, നമ്മൾ ചോദിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മറന്നുപോകും. നിരന്തരമായിട്ട് ചോദിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവ് ഇന്ന് നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണം. കാരണം ആത്മാവിന്റെ നിറവില്ലാണ്ട് നമുക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മുടെ ശക്തി കൊണ്ട് കുറേയൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ദൈവഭാഗ്യ സ്വീകാര്യമല്ല. ആത്മാവിനാൽ ചെയ്യുന്നത് മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. നമ്മൾ എത്ര പേർക്ക് നമ്മുടെ വീഴ്ചകൾ കാണുമ്പോൾ, പരാജയങ്ങൾ കാണുമ്പോൾ നമുക്കൊരു നിലവിളിയുണ്ട്, കർത്താവേ നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഈ ദിവസങ്ങളൊക്കെ സാഗ്രത പറഞ്ഞൊരു കാര്യം, ദിനംപ്രതിയുള്ള നിറവ് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളതാണ്. അത് സത്യമാണ്. ദിനംപ്രതി ആത്മാവിന്റെ നിറവിലേ നമുക്ക് ഈ ഒരു ജീവിതം നയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അത് കണ്ടെത്തിയ ഒരാൾ ദിനംപ്രതി നിലവിളിച്ചുകൊണ്ടിരിക്കും. അവൻ എപ്പോഴും ഒരു കരച്ചിലിന്റെ ഒരു പ്രാർത്ഥനയുടെ ആത്മാവിലായിരിക്കും. നമ്മള് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളാണ് ചിന്തിച്ചത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മളിൽ തന്നെയല്ല, കർത്താവ് മുഖാന്തരമാണ് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ അവൻ മൂലം നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നമ്മളിന്ന് കൃപയിലാണ് നിൽക്കുന്നത്, ന്യായപ്രമാണത്തിൽ നിന്ന് മാറി. അതാ റോമർ 6:4, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തം നടത്തിയാൽ. നമ്മൾ കൃപയിലാണ് നിൽക്കുന്നെങ്കിൽ അതൊരു കാര്യം യാഥാർത്ഥ്യമാണ്, പാപം നമ്മുടെ മേലെ കർത്തം നടത്തിയാൽ. അതിന്റെ കാരണം, ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുക വഴി ആ മുന്തിരിവള്ളിയുടെ ഫലപ്രദമായ രസം ഈ കൊമ്പിലേക്ക് ഒഴുകി വന്നിട്ട് അതിനെ കായ്ക്കാൻ പ്രാപ്തനാക്കുന്നത്. അതിന് സ്വയമായിട്ട് കായ്ക്കാൻ കഴിയത്തില്ല. നമ്മൾ വിശ്വാസാൽ കർത്താവിൽ നിൽക്കുകയും കൃപയിൽ നിൽക്കുകയും ചെയ്യുന്നിടത്താണ് ഈ ഫലം നമ്മൾ പുറപ്പെടുവിക്കാൻ തന്നെ. അത് പുറപ്പെടുവിക്കുന്നില്ല. അതിന്റെ കാരണം നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെ കൃപയിൽ നിൽക്കുന്നില്ല. നമ്മൾ ന്യായപ്രമാണത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ പ്രവൃത്തി, ന്യായപ്രമാണങ്ങൾ പറയുമ്പോൾ പഴയ നിയമ പ്രമാണങ്ങളെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വയമായിട്ട് നിർമ്മിച്ച കുറെ പ്രമാണങ്ങളുണ്ട് നമുക്ക്. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ദൈവം എന്നെ സ്വീകരിക്കുകയുള്ളൂ, ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ദൈവം എന്നെ കൈക്കൊള്ളത്തുള്ളൂ, ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ദൈവം എന്നെ പ്രസാദിക്കത്തുള്ളൂ. അങ്ങനത്തെ ചില ചിന്തകൾ. ന്യായപ്രമാണം എന്ന് പറഞ്ഞ സാഗ്ദൂർ പറയാറുണ്ട്, ഞാന് എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുന്ന ന്യായപ്രമാണം. പക്ഷെ കൃപ എന്ന് പറയുമ്പം ദൈവം എനിക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്, ഞാനല്ല ചെയ്യുന്നത്. ദൈവം എനിക്ക് വേണ്ടി ചെയ്യുക, മറ്റേ ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പൊ നമ്മൾ കൃപയിൽ നിൽക്കുമ്പോൾ എല്ലാം നമുക്ക് കൃപയിൽ നിന്നാണ് ലഭിക്കുന്നത്. നമ്മൾ പാടുമ്പോഴൊക്കെ പാടാറുണ്ട്, കൃപയാൽ രക്ഷ നേടി ഞാൻ ദൈവകൃപയിൽ നിലനിൽക്കുന്നു, എല്ലാം കൃപയാൽ ദൈവകൃപയാൽ എന്നിൽ പുകഴാൻ ഒന്നും ഇല്ലിനി. പക്ഷെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ സത്യമാണ്, കൃപയിലാണോ നമ്മൾ നിൽക്കുന്നത്? കൃപയിലാണെങ്കിൽ അതിന്റെ അനന്തരഫലം, ആത്മാവിന്റെ എല്ലാ ഫലങ്ങളും നമ്മളിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ കൃപയെ നമ്മൾ വ്യത്യസ്തമായിട്ട് കാണരുത്. കൃപ ആത്മാവിനോടൊപ്പം ഉള്ളൊരു കാര്യമാണ്. നമ്മൾ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മശക്തിയിൽ നിന്ന് വീണുപോയി എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം ശക്തിയിൽ ഊന്നാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ദർശന്മാർ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഞാൻ ആദ്യം നമ്മളെടുത്ത് അപ്പോസ്തലപ്രവൃത്തി 16:14 വാക്യം നമ്മൾ മറക്കാതിരിക്കുക. ദൈവം ലുദിയയുടെ ഹൃദയത്തെ തുറന്നു. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്, കർത്താവേ എൻ്റെ ഹൃദയം ഒന്ന് തുറന്നിട്ട്. എഫേസ്യർ 1:17 നമ്മൾ വായിക്കാറുള്ളതല്ലേ, എൻ്റെ ഹൃദയത്തിന്റെ കണ്ണൊന്ന് തുറന്നിട്ട് ഈ സത്യങ്ങളൊന്ന് കാണാൻ എന്നെ സഹായിക്കണേ. നമ്മുടെ ബുദ്ധിയിൽ നമുക്കെല്ലാം അറിയാം ഈ കാര്യങ്ങൾ, നമുക്ക് പറഞ്ഞു കൊടുക്കാനും അറിയാം. പക്ഷേ ആന്തരികമായിട്ട് നമ്മുടെ ആത്മാവിലെ കണ്ണുകൊണ്ട് ഇത് കണ്ട് നമുക്കിത് അനുഭവിക്കാൻ കഴിയുന്നു. ആ കനാന്റെ ഒരു അനുഭവം, സമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ, ക്ഷമയുടെ, കരുണയുടെ, എപ്പോഴും സന്തോഷിക്കുന്ന ആ ഒരു മനോഭാവം നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്റെ കാരണം നമ്മൾ കൃപയിലല്ല നിൽക്കുന്നത്. നമ്മൾ കൃപയിൽ നിന്ന് വീണുപോയി. നമ്മുടെ പ്രവൃത്തികളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് മാനസാന്തരപ്പെടാം. നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവിന്റെ കണ്ണ് തുറക്കുന്നതെന്ന് കാണാൻ എന്നെ സഹായിക്കണം.
നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് നിരന്തരമായിട്ട് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നന്ദിയോടെ അടികൾ അങ്ങേ സ്തുതിക്കുന്നു. അടികൾ ഒന്നിച്ച് അടികളുടെ ഹൃദയം അങ്ങിലേക്ക് ഉയർത്തുന്നു. അടികളുടെ ഹൃദയം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഈ വചനത്തിലൂടെ അടികൾക്ക് അങ്ങ് അവകാശമായി നൽകിയിരിക്കുന്ന എല്ലാ അവകാശങ്ങളും കണ്ടെത്തുവാനും വിശ്വാസമെല്ലാം കൈവശമാക്കുവാനും തക്കവണ്ണം വിശ്വാസത്തിൽ അടികളെ ഉറപ്പിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവ്.